യെശയ്യാവ് 43:18-19 വാക്യങ്ങൾ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സ്തോത്രം. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയി പോകുന്നത് നമ്മുടെ മുൻപ് കാലങ്ങളുണ്ടായ ഇൻസിഡൻസ് ആണ്. അത് ഓർക്കുമ്പോൾ സൈക്കോളജിക്കലി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ ആ എപ്പിസോഡിലേക്ക് തന്നെ നമ്മളെ വീണ്ടും റീകോൾ ചെയ്യുവാണ്. വീണ്ടും അത് വരുമോ നമ്മുടെ ജീവിതത്തിൽ എന്നോർത്ത് നാം ഭയപ്പെടുകയാണ്. അപ്പോൾ വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ ഇരിക്കുന്നതെങ്കിൽ പോലും എന്ത് സംഭവിക്കും? നമുക്ക് ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് വീണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് നാം ഭയപ്പെട്ട് സാത്താൻ നമ്മളെ അവന്റെ കെണികളിൽ, അതായത് ചിന്തകളും നിരൂപണങ്ങളുമാണല്ലോ സാത്താന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അവന്റെ ആയുധം എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മളെ കൊണ്ടുപോയി പെടുത്തും. സ്തോത്രം. കർത്താവ് അതിന്റെ മധ്യത്തിൽ നമ്മോട് സംസാരിക്കുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. വളരെ സിമ്പിളായിട്ടാണ് കർത്താവ് ഇതിവിടെ ഈ സ്റ്റേറ്റ്മെന്റിനെ പ്രൊക്ലെയിം ചെയ്യുന്നത്. അടുത്തതായി പറയുന്നത്, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യും. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് എല്ലാ ദിവസവും പുതിയതാണ് ഒരുക്കുന്നത്. ഒരിക്കലും പഴയതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു നിവൃത്തി പത്രമല്ലല്ലോ കർത്താവ് നമുക്കായി ചെയ്യുന്നത്. എല്ലാ ദിവസവും ദൈവം നമുക്ക് പുതിയ ദിവസം തരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും എല്ലാ കാര്യങ്ങളും ദൈവം പുതിയത് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ ഉത്ഭവിക്കുന്നു, നാളെയല്ല, ഇപ്പോൾ റൈറ്റ് അറ്റ് ദിസ് മൊമെന്റ് അത് ഒറിജിനേറ്റ് ചെയ്യും എന്നാണ് ക്രിസ്തു സംസാരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതിനകത്ത് വേറെ ഒരു വലിയ വിഷയം കൂടെ നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കളിൽ ഉണ്ടായ അതേ ഒരു അനുഭവം, നമ്മളെ ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്തോത്രം പിശാച് നമ്മളിൽ നിന്നും എടുത്തു കളയും. നാം എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഉരുവായി സ്തോത്രം ഇതുവരെയും ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളും വഴികളും ആലോചിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതിയല്ലോ ഇനിയും മുൻപോട്ട് ഈ ദൈവം നടത്താൻ വിശ്വസ്തൻ എന്ന് ചിന്തിക്കാനായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ അത് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. അടുത്തതായി നമുക്ക് കാണാം, അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നമുക്ക് അതിനകത്ത് ഒരിക്കലും ഒരു തീർത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, മരുഭൂമിയുടെ അവസ്ഥ. അതുമാത്രമല്ല, കഷ്ടതയും ദുർഘടങ്ങളുടെയുമായിട്ടുള്ളൊരു അവസ്ഥ. എങ്ങനെ ഇതുവഴി പോകണമെന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥ. സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാവില്ലാത്ത നിർജീവത്വത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന ഒരു ശരീരം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാനായി സാധിക്കും. എന്നാൽ അതിന്റെ മധ്യത്തിൽ ക്രിസ്തു പറയുന്നു, ആ മരുഭൂമിയിൽ ഒരു വഴി ദൈവം ഒരുക്കും. സ്തോത്രം. പോകേണ്ടുന്ന വഴി കറക്റ്റായിട്ട് ദൈവം ഏത് മരുഭൂമിയിലാണ് സ്തോത്രം ഈ കർത്താവിന്റെ മക്കൾ നിൽക്കുന്നതെങ്കിലും കാണിച്ചു തരാൻ നമ്മുടെ ദൈവം ശക്തൻ. സ്തോത്രം. അതിനുശേഷം കർത്താവ് സംസാരിക്കുന്നു, നിർജ്ജന പ്രദേശത്ത് നദികളുമുണ്ട്. എന്താണ് നിർജ്ജനമായ പ്രദേശം? ജനം പാർക്കാത്ത സ്തോത്രം അതിനെയാണ് നിർജ്ജന പ്രദേശം എന്ന് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ജനം പാർക്കാത്തണം. സ്തോത്രം. നമുക്ക് സയന്റിഫിക്കലി അറിയാം, ജലം എന്ന് പറയുന്നതും ജീവനും തമ്മിൽ വളരെയധികം ലിങ്കായിട്ടിരിക്കുകയാണ്. ചൊവ്വയിലൊക്കെ അതിനെപ്പറ്റിയുള്ള പഠനമാണല്ലോ ശാസ്ത്രീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജലത്തിന്റെ ഉത്ഭവം പണ്ട് നാളുകളിൽ ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ജീവന്റെ സ്രോതസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. കർത്താവ് പറയുന്നു, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാവും, ജനം പാർക്കാത്ത സ്ഥലത്ത് നദിയുണ്ടാവും. ജീവന്റെ അനുഭവം നിർജീവത്വത്തിന്റെ അവസ്ഥയിൽ ദൈവം ആരംഭിക്കും. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.